നാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒരു ട്രൈപോഡും ഇല്ലാതെ ദാ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഇതുപോലെ അവിടെ ഇരുന്നിട്ടാണ് ആ വീഡിയോ എടുത്തത്. ഒരു ഉപയോഗം ഇതാണ് ഗൈസ്, നിങ്ങൾക്ക് ഇതുകൊണ്ട് റെഫ്യൂസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും എടുക്കാമെന്നുള്ള സാധനമാണ്. അപ്പം എന്താ ഈ ഒരു സാധനത്തിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ 16:9 കൊടുക്കണം. 9:16 കിടക്കണത് അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ 16:9 ആക്കിയാലേ നമുക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. മറ്റേ ഫോൺ പോലെ തിരിക്കുമ്പം പോണല്ല, ഇങ്ങനെ അതായത് പോർട്രേറ്റ് മോഡി വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ 16:9 ആക്കിയാൽ ഇങ്ങനത്തെ ഷോട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ചരിച്ചും തിരിച്ചും വെച്ചൊക്കെ എടുക്കാടെ. അപ്പം ഇതാണ് ആ ഒരു ഫുട്ടേജ് ഞാൻ കാണിച്ചു തന്നത്. ഈ പൊടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാവുന്ന ഒരു തരം പൊടി ഇതാണ്. അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഇതിന് ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിലെനിക്ക് ഇങ്ങനെ വെച്ച് റെക്കോർഡ് ചെയ്യുന്നതിൽ ഡീമെറിറ്റ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു ഓപ്ഷനും കൂടെ ഇതിൽ വന്നിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. എന്തെന്ന് പറഞ്ഞാൽ നമ്മളവിടെ കട്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ കാണിച്ചു തരാം. അവിടെ ഫുൾ HD 30-ലും ഫുൾ HD 60-ലും മാത്രമേ ഇങ്ങനെ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതേ സമയത്ത് നമ്മൾ അവിടെ ആസ്പെക്ട് റേഷ്യോ 9:16 ആക്കുകയാണെന്നുണ്ടെങ്കിൽ 4K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 16:9 ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്കിതിൽ ഒരു പോരായ്മയായിട്ട് തോന്നിയത്. വരും അപ്ഡേഷൻസിലൊക്കെ അത് ക്ലിയർ ആയ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ പോയിരുന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമസ്കാരം നண்பர்களே. നമ്മുടെ ചാനലിൽ ഇന്നേ വരെ ഒറ്റ മനുഷ്യൻ പോലും ചോദിച്ചിട്ടില്ലാത്തൊരു ഡിവൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കാണുന്ന സാംസങ് ഗാലക്സിയുടെ ഫ്ലിപ്പ് ഡിവൈസ്. അപ്പം ഫ്ലിപ്പ് 3 ആണ് കേട്ടോ. 2021 ഇറങ്ങിയതാണ്. പക്ഷേ 21 പറഞ്ഞ് 5G അല്ല എന്നൊന്നുമല്ല, 5G ഫോണാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം വെയിറ്റേ ഉള്ളൂ. സാധനം കൈക്കകത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ആരും ഇതിനെപ്പറ്റി ചോദിക്കാത്തതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു അവർ റെഫ്യൂസിന് വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ നിൽക്കുന്നവരാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന സ്മാർട്ട് ഫോൺ വെച്ച് നിങ്ങൾ റെഫ്യൂസ് ചെയ്യുന്നുണ്ടോ, അത് ഏത് ഡിവൈസ് ആണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്കപ്പോൾ അറിയായിരിക്കുമല്ലോ. അപ്പം ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വെച്ച് ഉറപ്പായിട്ട് റെഫ്യൂസ് ചെയ്യാൻ പറ്റൂടെ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 888 പ്രോസറാണ് ഇതിനകത്ത് പറഞ്ഞത്. ബട്ട് ബാറ്ററി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 mAh ബാറ്ററിയെ വരത്തുള്ളൂ. അപ്പം അത് നമുക്കൊരു ഡ്രോബാക്കാണ് റെഫ്യൂസിന്. സ്പെക്ക് കാര്യങ്ങൾ നൈസാണ് ഇതിൻ്റെ. പിന്നെ നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീഴത്തില്ല. നിങ്ങൾക്കിത് പക്കയായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇതിൻ്റെ കേസൊക്കെ അവൈലബിലിറ്റിയൊക്കെ ഭയങ്കര ഷോക്കാണ്. എന്നാൽ പിന്നെ ഭയങ്കര പൈസയുമാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സ്ക്രീൻ ഗാർഡിൻ്റെ കേസാണെങ്കിലും അങ്ങനെയാണ്, ഫ്ലിപ്പാണ്. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം റെഫ്യൂസിങ്ങിൽ നിങ്ങളെ കയ്യിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർക്ക് ഇത് റെഫ്യൂസിന് എടുക്കാം. അടിപൊളിയാണ്. വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യമൊന്നുമില്ല. വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ ഇതായിപ്പം ഇങ്ങനെ നിന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാം. നമ്മൾ ഫോൺ ഇങ്ങനെ നമ്മളിപ്പം സ്റ്റെബിലൈസേഷൻ അത്രയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നിന്ന് റെക്കോർഡ് ചെയ്യണം. അതിന് പകരം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിന്ന് റെക്കോർഡ് ചെയ്യും. സിമ്പിളായിട്ട് സൂപ്പറായിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിന്ന് റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെ വെച്ച് റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെ വെച്ച് റെക്കോർഡ് ചെയ്യാം. അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. ഇപ്പം നമുക്ക് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് സെൽഫി എടുക്കുന്നതിന് പകരം ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ബാക്ക് ക്യാമറയിൽ പ്ലച്ച് ഫോട്ടോ കിട്ടും. ഫോട്ടോ എടുക്കാൻ പിന്നെ അവൻ കാലിനാണെന്ന് പണ്ടേ ഞാൻ പറയണുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത്. പിന്നെ IPX8 റേറ്റിംഗ് ആണ് പറഞ്ഞത്, 68 അങ്ങനെയൊന്നുമല്ല. അപ്പം IPX റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആഴ്ചയിൽ നമുക്ക് അരമണിക്കൂറോളം വെള്ളത്തിൽ കിടക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതവിടെ സാംസങ്ങിൻ്റെ ആ ഒരു ബ്രാൻഡിങ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നൈസാണ് കേട്ടോ ആ പരിപാടിയൊക്കെ. പക്ഷേ പൊടി ഇതിൻ്റെ ഇടയിൽ കയറുമ്പോൾ, അതായത് നമ്മൾ ഈ പോക്കറ്റിലൊക്കെ ഇട്ടുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള റഷ് ഓട്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പോക്കറ്റിലൊക്കെ എന്തായാലും നമ്മൾ ജീൻസിലൊക്കെ പൊടിയാവും, ഉറപ്പാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പൊടിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനകത്തൊക്കെ പൊടി കയറിയാൽ അതൊക്കെ എടുത്ത് കളയാനുള്ള ചാൻസ് കൂടുതലാണ്. ഡിസ്പ്ലേ ക്രാക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം വർണ്ണ അപ്ഡേഷൻസിലൊക്കെ ഇത് കുറേ കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഇത് അന്ധകാലത്തിൽ വന്ന സാധനം 2024 നിങ്ങൾക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓഫീസ് യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ട് നടക്കുന്നതിലൊരു കുഴപ്പമില്ല. പിന്നെ പൈസ ഉണ്ടവർക്കും ഇതിൻ്റെ പുതിയ ജനറേഷൻസൊക്കെ എടുക്കാം. കയ്യിലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളന്ന് അവിടെ പോയപ്പോൾ അവിടെ ഇതായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും. അതൊക്കെ വേറെ
വേറൊരു പരിപാടി. അപ്പം അതാണ് ഇതിൻ്റെ ഇത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടുത്തെ സെക്കൻഡറി ഡിസ്പ്ലേ ആണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ, ടൈമർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ, കാലണ്ടർ സെറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാമറ ഇതിൽ ലോഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ, ഈ മെയിൻ ക്യാമറ ഈ സെക്കൻഡറി ഡിസ്പ്ലേ കൂടെ ലോഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ലോക്ക് സ്വിച്ച് ഉണ്ടല്ലോ, ഈ ലോക്ക് സ്വിച്ചിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് അവിടെ ക്യാമറ ഓപ്പൺ ആവും. അതിൻ്റെ റിംഗ് ലൈറ്റ് എനിക്ക് കാണാം. അതുപോലെ തന്നെ അത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പം വീഡിയോ മോഡ് വരും. ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്യുമ്പം അങ്ങോട്ട് ഇനി പോകില്ല. ഇവിടെ ഫോട്ടോ, ഇപ്പുറത്ത് പോർട്രേറ്റ് ഉണ്ട്. ഇവിടെ പോർട്രേറ്റ് മോഡുണ്ട്. അതിൻ്റെ ആക്യുറസിയൊക്കെ പക്കയാണ് കേട്ടോ. ഇതാണ് ഫോട്ടോ മോഡ്, ഇതാണ് പോർട്രേറ്റ് മോഡ്. ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ പക്കയാണ്. ടാപ്പ് ചെയ്യുമ്പം അത് പോർട്രേറ്റ് മോഡാവും. ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പം അത് 16:9 ആവും. 16:9, 9:16. ഇനി അടുത്ത് നമുക്ക് ലോക്ക് സ്വിച്ചിൽ ഒന്നുകൂടെ താത്താൽ അത് ക്ലോസ് ആവുന്നതാണ്. ഡബിൾ ടാപ്പ് ചെയ്യുമ്പം നമുക്കത് ഇങ്ങനെ പറ്റും. ഇവിടെ വീഡിയോ മോഡിൽ നമ്മളിങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്താൽ അൾട്രാ വൈഡ്, സ്വൈപ്പ് അപ്പ് ചെയ്താൽ 1x. അപ്പം അങ്ങനെയാണ് സ്വൈപ്പ് അപ്പ് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ 1x അൾട്രാ വേണം, വേറെ സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ചേഞ്ചായി നിൽക്കും. ദെൻ സ്വൈപ്പ് ചെയ്താൽ ഫോട്ടോ, വീഡിയോ, അങ്ങനെയൊക്കെയാണ്. ഇത് വെച്ച് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ കൂടെ നമുക്ക് ഇങ്ങനെ സൂപ്പർ ഫോട്ടോസൊക്കെ എടുക്കാം. വീഡിയോസൊക്കെ വേറെ ലെവലാണ് ഇതിൽ നിന്ന് റെക്കോർഡ് ചെയ്യാം. ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട് ഫ്രണ്ട് ഡിസ്പ്ലേക്ക്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഇത്. പോർട്രേറ്റ് ആണെങ്കിലും പക്കയായിട്ട് പോർട്രേറ്റ് കിട്ടും. അതാണ് ഇതിൻ്റെ പുറമേ ഉള്ള പരിപാടികൾ. പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നമ്മൾ ഈ വോളിയം അപ്പ് ആൻഡ് ഡൗൺ പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനം എടുത്ത് ഓണാക്കി കൈ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഓടി ബാക്കിലോട്ട് പോയി നിന്നാൽ പോർട്രേറ്റ് ഒക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും ഫ്രണ്ട്സുമായിട്ട് നിന്നിട്ട്. അപ്പോൾ ഇത്രയും തന്നെ നമുക്ക് ഫ്രണ്ടിനെ പറ്റി പറയാനുണ്ട്. അത് തന്നെ നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ആണ് ഗൈസ്. ഈ കാണുന്നത് ഇപ്പം ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ കിടക്കുന്നത്. ബ്രൈറ്റ്നസ് ഫുള്ളാക്കിയിട്ട് ഇതാണ് ഡിസ്പ്ലേ. നമ്മുടെ നോർമൽ ഫോണിൻ്റെ ഡിസ്പ്ലേ പോലെയല്ല, ഇച്ചിരി നീളത്തിനാണ് ഇത് പറഞ്ഞത്. അതിപ്പം വീതിക്കല്ല, നീളത്തിനാണ്. അപ്പോൾ സാധാ ഒരു ഫോൺ ഉണ്ട്, സാധാ ഫോണൊക്കെ ഇവിടെ ആ ഒരു ഫോണിനെക്കാട്ടിലും ഇത്തിരി നീളത്തിനാണ് ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ പറഞ്ഞത്. ഇപ്പം നമുക്കത് ഇവിടെ ആ ഒരു ബെൻഡിൻ്റെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അത്ര മനസ്സിലാവത്തില്ല. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 1200 നിറ്റ്സിൻ്റെ ഡൈനാമിക് ആമോലെഡ് 2x ഡിസ്പ്ലേ ആണ്. നമ്മുടെ സാംസങ് ഗാലക്സി S21 FEയിൽ ഡൈനാമിക് ആണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിലുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് പറഞ്ഞത്. 10+ സപ്പോർട്ട് ചെയ്യണം. 421 ppi പറഞ്ഞ ഡിസ്പ്ലേ ആണ്. 120 Hz ഡിസ്പ്ലേ ആണ് കേട്ടോ. അപ്പോൾ അന്താ പ്രൈസിനൊക്കെ ഇതൊക്കെ കൊടുക്കണ്ടേ? ഫ്ലിപ്പബിൾ ഫോണിൽ അവന്മാർ അത്രയും ചെയ്തുവല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ബ്രാൻഡിൻ്റെയൊക്കെ ഫ്ലിപ്പ് ഫോൺ വാങ്ങിക്കാം. പക്ഷേ ഇതിൻ്റെ ഫീല് അതിനൊന്നും തരാൻ പറ്റില്ല ഗൈസ്. അതിന് എവിടെ വേണമെങ്കിലും പറയാം. ഒരു പ്രോപ്പർ അപ്ഡേഷനും പ്രോപ്പർ ഡിസ്പ്ലേയും പ്രോപ്പർ UIയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ഡിവൈസ് വേറെ ഇല്ലടേ. ഇതൊക്കെ യവന്മാരെ കൊണ്ടേ പറ്റുള്ളൂടെ സത്യം. നമ്മുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണല്ലോ. അപ്പോൾ ക്യാമറ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും എല്ലാം 12 മെഗാ പിക്സലാണ് പറഞ്ഞത്. ഒരു അൾട്രാ വൈഡ് 12 മെഗാ പിക്സലും ഒരു മെയിൻ ക്യാമറ 12 മെഗാ പിക്സലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 4K 60 FPS വരെ നമുക്ക് ഫ്രണ്ടിൽ റെക്കോർഡ് ചെയ്യാം, ബാക്കിൽ റെക്കോർഡ് ചെയ്യാം. അത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. പിന്നെ അവർ പ്രൈസോടെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വില എടുത്ത് പറഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര പൈസയുണ്ട്, അതാണ് വിഷയം. വീഡിയോ റെക്കോർഡിങ്ങിന് നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ വെളിയിൽ കൊണ്ടുപോയി കാണിച്ചു തരാം. പുറത്ത് കുറച്ച് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയും കുറച്ച് വീഡിയോഗ്രാഫിയും എല്ലാം കൂടെ കാണിച്ചു തരാം. നമുക്ക് ചരിച്ചും തിരിച്ചുമൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്യാമറയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തന്നില്ല, അത് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കി വരുമ്പോൾ അവിടെ പോർട്രേറ്റ് ഇടുന്നുണ്ട്. പോർട്രേറ്റിൽ നമുക്ക് അവിടെ റെഡി കാണിക്കുന്നുണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റ് ഇല്ലെങ്കിൽ റെഡി കാണിക്കുന്നുണ്ട്. സൂമിങ്ങും കാര്യങ്ങളൊന്നും അതിലില്ല. പിന്നെ പറഞ്ഞത് ഫോട്ടോ മോഡാണ്. ഫോട്ടോ മോഡിൽ നമുക്ക് 1x റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അൾട്രാ വൈഡ് റെക്കോർഡ് ചെയ്യാം. സൂം ചെയ്ത് നമുക്ക് 10x വരെ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ മോഡാണ്. വീഡിയോ മോഡിൽ നമുക്ക് 1x റെക്കോർഡ് ചെയ്യാം. 1x നിന്ന് സൂം ചെയ്ത് 10x വരെ പോകും. ഇതാണ് ആ ഒരു 4K 60 ആ ഒരു സൂം എന്ന് പറഞ്ഞത്. നമുക്ക് 1x നിന്ന് അൾട്രാ വൈഡിലോട്ട് 4K 60 റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. 1080p 60 ഇടുകയാണെന്നുണ്ടെങ്കിൽ അൾട്രാ വൈഡിൽ പറ്റത്തില്ല. 1080p 30 ആണെങ്കിൽ നമുക്ക് അൾട്രാ വൈഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 4K 30 നമുക്ക് അൾട്രാ വൈഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 4K 30 നമുക്ക് അൾട്രാ വൈഡിൽ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ 1x നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ക്യാമറ ക്വാളിറ്റി അത്യാവശ്യം നൈസാണ് കേട്ടോ, എനിക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റുന്നത്. പിന്നെ മോറി വരുന്ന സമയത്ത് നമുക്ക് പ്രോ മോഡിൽ ഫോട്ടോ എടുക്കാം. പ്രോ വീഡിയോ ഉണ്ട്, സിംഗിൾ ടേക്ക് ഉണ്ട്. സിംഗിൾ ടേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോർട്രേറ്റ്, ഒരു നൈറ്റ് മോഡ്, ഒരു നോർമൽ ഫോട്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു സാധനമാണ് പറഞ്ഞത്. പിന്നെ നൈറ്റ് മോഡ് അല്ലാതെ തന്നെ ഉണ്ട്, ഫുഡ് മോഡ് ഉണ്ട്, പാനോരമ ഉണ്ട്. അൾട്രാ വൈഡ് നമുക്ക് എപ്പോഴും കിട്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല, പാനോരമ യൂസ് ചെയ്യാം. സൂപ്പർ സ്ലോമോ ഉണ്ട്, സ്ലോ മോഷൻ ഉണ്ട്. അപ്പം 920 FPS-ൻ്റെയും 120 FPS-ൻ്റെയും സാധനമുണ്ട്. ഹൈപ്പർ ലാപ്സ് ഉണ്ട്, പ്രോ വീഡിയോ ഉണ്ട്, ഡയറക്ടേഴ്സ് വ്യൂ ഉണ്ട്. ഡയറക്ടേഴ്സ് വ്യൂ അത്യാവശ്യം നൈസാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്യാമറയ്ക്ക് അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. 2024 നിങ്ങൾക്ക് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനമൊന്നും വലിയ കലിപ്പില്ലടേ. നിങ്ങൾക്ക് ഒരു നോർമൽ യൂസൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്തോ, കുഴപ്പമില്ല.
കുഴപ്പമില്ല. റഫ്യൂസിന് ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനം എടുത്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റഫ്യൂസ് ചെയ്തോ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും കൂടെ ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ അല്ലേ ഇതാ കഴിക്കാത്തിരിക്കണത്, ഇങ്ങനെ മറ്റേ രേഖവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ മാസമൊക്കെ കാണിക്കാൻ കൊള്ളാം. അപ്പം കേസിനൊക്കെ ഭയങ്കര വിലയുടെ. അപ്പം വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഗൈസ് 4K 60 നമുക്ക് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ എൻ്റെ ഗാഡ്ജറ്റൊക്കെ ഒന്ന് ഇരിക്കണതിനെ ഒന്ന് നമുക്ക് ഷൂട്ട് ചെയ്തിലപ്പോൾ ആകുമ്പോൾ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ടും കാണിച്ചു തരാം, ഓൺ ചെയ്തിട്ടും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഇതിൽ വീഡിയോ എടുത്താൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഇത് കിട്ടും നിങ്ങൾക്ക്. അപ്പം ജസ്റ്റ് ഒന്ന് ക്യാമറ പോലെ ആക്കിയിട്ട് നമുക്കിതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതാ ഇങ്ങനെ ആക്കാം. നമ്മൾ പണ്ടത്തെ ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറ പോലെ നമുക്ക് ആക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് വേണം ഷൂട്ട്. ഞാൻ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകണം ഗൈസ്. നോക്കിയോ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സാംസങ് ഗാലക്സി ഫ്ലിപ്പ് 3 റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സ്റ്റെബിലൈസേഷൻ നോക്കിയത് ഞാൻ ഒരു സൈഡ് ചരിച്ച് വെച്ചിട്ടാണ് ഇപ്പം എന്താ വീഡിയോ എടുക്കുന്നത്. ഇതാണ് എൻ്റെ ഗെയിമിംഗ് കീബോർഡ് ഗൈസ്. ഇപ്പം ഇതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ റെയിൻബോ കളേഴ്സാണ് ഇതിനകത്ത് പറഞ്ഞത്. 4K 60 FPS റെക്കോർഡ് ചെയ്യണത്. അതിൻ്റെ ഒഴുക്കം നിങ്ങൾ നോക്കിയാൽ മതി, സ്റ്റെബിലൈസേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. 1x നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സൂം ചെയ്ത് 10x വരെ പോകാൻ പറ്റും. കണ്ടല്ലോ ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യണത്. ഇപ്പോൾ ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് കേട്ടോ, റൈറ്റ് കൈ കൊണ്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഫോൺ യൂസ് ചെയ്യാനൊക്കെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും ഒറ്റ കയ്യിൽ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത്രയും സ്ട്രഗിൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം പോലും അടയ്ക്കാൻ എളുപ്പമാണ്, തുറക്കാൻ ഒരു ഇതാകണ്ട, തുടയ്ക്കാനെന്ന് തുറക്കാൻ ചോറ് ഇവിടെ കയറിയിരുന്നു, തുറക്കാൻ ഒരു പാട്, അത്രേ ഉള്ളൂ. വേറെ അത് ഡീമെറിറ്റേറ്റ് എന്ന് പറഞ്ഞില്ല, കോള് വരണവർക്ക്. കാരണം ഇത് കോളിന് വേണ്ടിയാണല്ലോ ആൾക്കാർ എടുക്കുന്നത്, ഷോ ആണെങ്കിൽ വേണ്ടി അത് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ S23 അൾട്ര ഷൂട്ട് ചെയ്ത സ്ഥലത്തെത്തിക്കുകയാണ്. ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാംസങ് ഗാലക്സി ഫ്ലിപ്പ് 3 ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ നമ്മളെ വേറൊരു ഷോർട്ട് ഫിലിം നമ്മുടെ 14 Pro Max ഇതാ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്ടർ അവിടെ ആംഗിളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അങ്ങ് ഒറ്റത്തൊന്നും നടന്നു പറഞ്ഞൊരു ഫ്രെയിമാണ്. അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ഫ്രെയിമാണ്, എവിടെ ഇടുന്ന ഫ്രെയിമാണിത്? ഫസ്റ്റ് ഫ്രെയിമാണ് ഗൈസ് ഇത്. അപ്പോൾ അത് അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടി ഇവിടെ ബാക്കി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മളെ 14 Pro Maxൻ്റെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ആദ്യത്തെ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ല, അത് എഡിറ്റിംഗ് ഒക്കെ നടക്കണേ ഉള്ളൂ. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു രസമുണ്ട്. ആ 60 FPS ഒഴുക്കം, എനിക്ക് സാംസങ്ങിൻ്റെ പൊതുവേ 60 FPS ഒഴുക്കം പിടിക്കാത്തതാണ്. ബട്ട് എനിക്ക് ഈ ഡിസ്പ്ലേ കൂടെ കാണുമ്പോൾ നല്ലപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം ഇൻബിൽട്ട് മൈക്കാണ്, ഞാൻ ചരിച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ ഫോൺ. അപ്പം നമുക്കിനി ഇതിൻ്റെ ബാക്കി ഫോട്ടോസും ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ കാണാം. ടാപ്പ് ചെയ്യുമ്പം കുഴപ്പമില്ല. ഇപ്പോൾ ഫുൾ HD 60, അതായത് 1080p 60 കൂടെ റെക്കോർഡ് ചെയ്യണം. എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ 1080p റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം കൊള്ളാം കേട്ടോ ഫ്രണ്ട് ക്യാമറ. താഴെ നമ്മളെ പയ്യന്മാരൊക്കെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല, നമ്മൾ എങ്ങനെ മനസ്സിലായില്ലേ. അപ്പം നല്ല ചൂടാണ്ടേ, അതുകൊണ്ട് ഇവിടെ നമ്മൾ അണിയക്കടവ് പാലമാണ് ഗൈസ്. പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണിച്ചു തരാം. ഇവിടെ ആൾക്കാരില്ല, നമ്മൾ ചിലപ്പോഴൊക്കെ ഇവിടെയാണ് വന്ന് ചാടാറുള്ളത്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, സോറി. അപ്പം ഇപ്പം വെള്ളമൊന്നും ഇല്ല കേട്ടോ, തലയിടിക്കും ചാടിയ. ഇവിടെ നിന്നല്ല, താഴെ നിന്നാണ് കേട്ടോ ചാടുന്നത്. അപ്പം നമ്മളെ ഷൂട്ടിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പം കാണിച്ചു തരാമേ. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 4K 60 ബാക്ക് ക്യാമറയിലാണ് ഗൈസ്. ഇതോ അവിടെ രണ്ടുപേര് നടന്നു വരുന്ന ഒരു സംഭവം എടുത്തതാണ്. പയ്യന്മാർ ട്രിപ്പിൾസ് അടിച്ച് പോകുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഞാൻ പൊത്തി വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ മരിക്കിനി പെറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ആ ഒരു ക്യാമറ ക്വാളിറ്റി. അപ്പോൾ ഇവിടെ ദുബായിലാണ് പോണ പറന്ന്. അപ്പോൾ എന്താ ഇതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം അവർ സ്ക്രിപ്റ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം സ്റ്റെബിലൈസേഷൻ ഞാൻ നടന്നു വന്നപ്പോൾ നോക്കിയാൽ മതി, കട്ട് ചെയ്യാം. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ക്യാമറ, അതായത് ഫോൺ നൂത്ത് വെച്ചതിന് ശേഷം 1080p 60 റെക്കോർഡ് ചെയ്യാനാണ്. 1x അങ്ങോട്ട് സൂം ചെയ്യാനേ പറ്റുള്ളൂ, 10x വരെ നമുക്ക് അൾട്രാ വൈഡ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നട്ട് വെയിലിതാ ഇങ്ങനെയാണ് അടിക്കുന്നത്, ഇങ്ങനെ അടിക്കുന്നുണ്ട് മുഖത്ത്. അപ്പോൾ അതാ ഇതാണ് ആ ഒരു അവസ്ഥ. ഇപ്പോഴാ അവിടെയൊക്കെ പോയി കുവരാൻ കിടന്നാൽ അടിപൊളിയായിരിക്കും. അവിടെ കണ്ട വെള്ളമൊക്കെ അവിടെ ഇറങ്ങി, അവിടെയൊക്കെ കാണാൻ പോലും പറ്റൂലായിരുന്നു. പണ്ട് മറ്റേ വെള്ളം മഴ സമയത്തൊക്കെ വഴിയൊന്നും കാണാൻ പറ്റൂല. ഇവിടെ നിന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഞാൻ. ആ പോണ വഴിയുണ്ടല്ലോ, ആ വഴിയൊന്നും കാണാൻ പറ്റാത്തത്ര ലെവലിലാണ് വെള്ളം കയറിക്കൊണ്ടിരുന്നത്. ഇവിടെ വെച്ചാണ് നമ്മുടെ പോളോ GTയുടെ വീഡിയോ നമ്മളെടുത്തത്. അങ്ങനെ 1-2 ഡിവൈസിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇനി അൾട്രാ വൈഡ് ക്യാമറ കാണേണ്ടത്. അൾട്രാ വൈഡ് ക്യാമറ ആണെങ്കിൽ 4K 30 അതുപോലെ തന്നെ 1080p 30 പറ്റത്തുള്ളൂ. 60 FPS അൾട്രാ വൈഡ് പറ്റത്തില്ല. അൾട്രാ വൈഡിൽ നിന്ന് സൂമിങ്ങും കൂടെ പറ്റുമെന്ന് നമുക്കിനി നോക്കാം. ഗൈസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 4K അൾട്രാ വൈഡ് 30 FPS, അതായത് 4K 30 FPS അൾട്രാ വൈഡ് ക്യാമറ 30 FPS ആണ്. ഞാൻ പതുക്കെയാണ് മൂവ് ചെയ്യണത്. അൾട്രാ വൈഡിൽ നിന്നും 1x സ്വിച്ച് ചെയ്തപ്പോൾ ആ ഒരു ചാട്ടം ഉണ്ടല്ലോ, 30 FPS ചാട്ടമാണ് അത്. ആ ഫ്രെയിം പിടിക്കുന്നതാണ്.
അവിടെ നിന്ന് ഇത് 30 FPS നിന്ന് 1x പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് സൂം ചെയ്ത് അവന്മാർ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാനായിട്ട്, നമ്മുടെ ഷോർട്ട് ഫിലിംസ് കാണാനായിട്ട് നിങ്ങൾ കാണേണ്ടത് അഭിനന്ദ് ചിത്ര ഫിലിംസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം നമ്മൾ IFFKക്ക് വേണ്ടിയൊക്കെ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം സംഭവമൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡു വാച്ച് ദാറ്റ്. നമ്മൾ സോണിയുടെ FX3 ഷൂട്ട് ചെയ്ത സാധനമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു വീഡിയോ ക്വാളിറ്റി. 30 FPS 60 FPS എടുക്കാൻ പാടുള്ളൂ. 30 FPS ഒക്കെ സ്റ്റാറ്റിക്കല്ല നിൽക്കണമെങ്കിൽ നിങ്ങളെടുത്തോ, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്കിനി ഇതും കൊണ്ട് കുറച്ച് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാം. ഇപ്പം കുറച്ച് വണ്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം ആറ്റിൽ കുളിക്കാൻ വന്ന ആൾക്കാരുടെ വണ്ടികളാണ്. കാരണം അത്രയ്ക്ക് വെയിലായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ എടുക്കണ സമയത്ത് ഇച്ചിരി പാടാണ്ട് എന്ന് പൊക്കി എടുക്കേ. എന്നിട്ട് നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കുക. ക്യാമറ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ് എന്നൊരു സാധനമുണ്ട്. പോർട്രേറ്റ് മോഡിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ തന്നെ ആദ്യം എടുക്കാം. 9:16 ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അതൊരു ഫോട്ടോ എടുത്ത് ഇവിടെ ഒരു ഇയോൺ കിടപ്പുണ്ട്. സ്പോർട്സ് ഒക്കെ ഒട്ടിച്ചൊരു വണ്ടിയുണ്ട്. അത് ഇങ്ങനെ വെച്ചിട്ട് പോർട്രേറ്റ് ഒക്കെ റെഡി കാണിക്കുന്നുണ്ട്. ഇല്ല 1.5 മീറ്ററിനകത്ത് പോകണം സബ്ജക്റ്റിൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വന്നപ്പോൾ റെഡി കാണിച്ചു. ഇതാണ് അടുത്ത പോർട്രേറ്റ്. അത് കഴിഞ്ഞിട്ട് അവിടെ 30 എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ 30, അതായത് ലിമിറ്റ് 30 ആണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന 30ൻ്റെ ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കാം. അതെടുത്തു. ഇനി കുറച്ച് ചെടികൾ ഇവിടെ നിൽപ്പുണ്ട്. ചെടികളുടെയും കൂടെ ഫോട്ടോ എടുക്കാമേ. ഇങ്ങനെ വെച്ചപ്പം യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പം മറ്റേ നൂത്ത് വെച്ചിരുന്നെന്നുണ്ടെങ്കിൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായേനെ. ഇപ്പം പൂക്കളുടെ ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫോക്കസ് ഒന്നും കൊടുക്കാനില്ല. സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുത്തു. പോർട്രേറ്റ് ഭയങ്കരമായിട്ടുള്ള ആക്യുറേറ്റ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് ആക്യുറസി ഉണ്ട് പോർട്രേറ്റിന്. ഈ ഒരു ഫോട്ടോയും കൂടെ എടുക്കാം. പോർട്രേറ്റ് വേറെ ലെവലടേ. ഈ എടുക്കാൻ പോണത് അതിൻ്റെ എഫക്റ്റ് ഫുള്ളിലിട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ. ഫുള്ളിലിടുമ്പം ഫോക്കസ് കൊടുക്കേണ്ടി വരും. ഞാൻ ആ സബ്ജക്റ്റിൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്തു. ഇവിടെ കുടിവെള്ളത്തിൻ്റെ എന്തൊരു പരിപാടി കൊണ്ടിട്ടിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ഒരു ഫോട്ടോ എടുക്കാം. അതായത് കൊടുത്തിട്ടുണ്ട്. ഇനി പോർട്രേറ്റ് സെൽഫി എടുത്താൽ ഇതാണ് കഴിച്ച് എൻ്റെ പോർട്രേറ്റ് സെൽഫി ഞാൻ എടുക്കുന്നത്. 1 ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റ്. 2 പോർട്രേറ്റ് സെൽഫി എടുക്കാൻ ഇങ്ങനെ വെച്ചിട്ട് ടൈമർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ടൈമറുണ്ട്. ടൈമർ 5 സെക്കൻഡ് വെച്ചിട്ടുണ്ട്. 5 സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് ആദ്യം പോയി ആംഗിൾ നോക്കാം. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് എടുക്കാൻ പോണത്. ഇത് 5 4 3 2 1. ഇതിപ്പോൾ നോക്കിയോ, ഒരു ഫോട്ടോ എടുത്തു. അത് അത്യാവശ്യം അടിപൊളിയായിരിക്കും. അത് കൊള്ളാടെ, ആ പരിപാടി കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പറഞ്ഞത് നോർമൽ ഫോട്ടോയാണ്. ആസ്പെക്ട് റേഷ്യോ നമുക്ക് 6:9 ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. നമ്മൾ തിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഇങ്ങനെ വെച്ചിട്ട് അവിടെ കുറച്ച് വാഴത്തോട്ടം നിൽപ്പുണ്ട്. വാഴത്തോട്ടത്തിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ അൾട്രാ വൈഡിലെടുക്കുന്നു. 1x നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ അതായത് 2x എടുക്കാം. അതുപോലെ തന്നെ 10x നമുക്കത് അതെടുക്കാം. 10x ഞാൻ ടാപ്പ് ചെയ്തിട്ടും അതത്ര ഫോക്കസ് പറഞ്ഞില്ല, എന്നാലും അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സാംസങ് ഗാലക്സി Z Flip 3 റെക്കോർഡ് ചെയ്ത സ്ലോ മോഷൻ വീഡിയോ ആണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്കത്തിൻ്റെ ആ ഒരു സ്ലോ മോഷൻ സൗണ്ടുമാണ്. അതുപോലെ തന്നെ S10+ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ ഈ സ്ലോ മോഷനിൽ ആ ഒരു പിടുത്തം, അതായത് ഒരു ചെറിയ ജെർക്കിംഗ് ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിവൈസിലും അതേ സെയിം പ്രശ്നമുണ്ട്. സാംസങ്ങിൻ്റെ ഒരു ഡിവൈസ് കുറച്ച് നാൾ കഴിയുമ്പോൾ സ്ലോ മോഷനിൽ വരുന്ന പ്രശ്നമാണിത്. ഇത് സ്ലോ മോഷനിൽ മാത്രമല്ല സൂപ്പർ സ്ലോ മോഷനിലും ഉണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ലോ മോഷനിൽ റെക്കോർഡ് ചെയ്യുന്നത്. സാംസങ് ഗാലക്സി Z Flip 3 റെക്കോർഡ് ചെയ്യുന്നത്. നമ്മുടെ S23 Ultra അതായത് ലേറ്റസ്റ്റ് അപ്ഡേഷൻസിൽ വരുന്ന പോലത്തെ നമുക്ക് മോഷൻ ഡിക്റ്റേറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഒരു 1-2 സെക്കൻഡ് വീഡിയോ ഇങ്ങനെ എടുക്കും. അതുപോലെ തന്നെ ചെറിയ ജെർക്കിങ് കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വേറൊരു ഫുട്ടേജും കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫുട്ടേജും സൂപ്പർ സ്ലോ മോഷനിൽ തന്നെ എടുത്തതാണ്. ഇതിലും അതേപോലത്തെ ചെറിയ ചെറിയ ജെർക്കിങ് കാര്യങ്ങളുണ്ട്. അത് ആ ഒരു അപ്ഡേഷനിൽ തീരാന്നുള്ളതേ ഉള്ളൂ. അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ആ കണ്ടതാണ് സൂപ്പർ സ്ലോ മോഷൻ വീഡിയോ. ആന മറ്റേ ചിഹ്നം വിളിക്കും പോലെ, ചിഹ്നം വിളിക്കുന്നതല്ല വെള്ളമെടുത്ത് എറിയും പോലെ. അതിനുള്ള ആന കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആന ലൈറ്റിനെ എടുത്ത് ഗൈസ്. അപ്പോൾ എന്തായാലും അത് കൊള്ളാം കേട്ടോ. സൂപ്പർ സ്ലോ മോഷനിൽ ലാസ്റ്റ് ഒന്നും ഒരു പിടുത്തമാണ് കണ്ടത്. സ്ലോ മോഷനിൽ നല്ലപോലെ പിടുത്തമുണ്ട്. സാംസങ് ഫോൺസ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ഒരു പിടുത്തം വരുത്തണതാണ്. എൻ്റെ S10+ വീഡിയോയിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കയറി നോക്കിയാൽ മതി. അത് സാംസങ് അടുത്ത അപ്ഡേഷൻസിലെങ്കിലും മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകും. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് പോർട്രേറ്റ് വീഡിയോ ഫ്രണ്ട് ക്യാമറയിലാണ്. അപ്പോൾ നമുക്കിനി ബാക്ക് ക്യാമറ കൂടെ ടെസ്റ്റ് ചെയ്യാം. ബാക്ക് ക്യാമറയിൽ ഒബ്ജക്റ്റ്
അത് വലുതായിട്ട് പിടിക്കാനില്ല. പോർട്രേറ്റ് വീഡിയോയിൽ, പോർട്രേറ്റ് ഫോട്ടോയിൽ നല്ലപോലെ പിടിക്കുന്നുണ്ട്. സൂര്യൻ ഇപ്പോൾ അവിടെ നിന്നാണ് അടിക്കുന്നത്. ബാക്ക് അടിപൊളിയായിട്ട് ബൊക്കയൊക്കെ നോക്കിയാൽ മതി, ഇടയ്ക്കിടയ്ക്ക് പിടിക്കണുണ്ടാകുന്ന നോക്കിയാൽ മതി. ഫ്രണ്ട് ക്യാമറയിൽ പോർട്രേറ്റ് വീഡിയോ അത്യാവശ്യം കൊള്ളാടെ. സ്റ്റെബിലൈസേഷൻ നോക്കിയാൽ 30 FPS ആണ്. അതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ വലിയ ഇത് കാണത്തില്ല, ആ ഒരു ഫ്രെയിം പിടിക്കത്തും കാണും. അപ്പോൾ അതാണിത്. അപ്പോൾ നമുക്ക് ബാക്ക് ക്യാമറയിൽ ഹ്യൂമൻ സബ്ജക്റ്റ് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. അല്ലാതെ എന്തെങ്കിലും ഒബ്ജക്റ്റുകളൊക്കെ ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ എടുത്ത് കാണിച്ചു തരാം. ഇതാണിപ്പം പോർട്രേറ്റ് വീഡിയോ ബാക്ക് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണത്. ഞാനിപ്പോൾ എന്താ ഫേസിൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇപ്പോൾ റെഡി കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പം എന്താ ഒബ്ജക്റ്റ് അങ്ങ് പോയതുകൊണ്ട് ഫോക്കസ് ഔട്ടായിട്ടുണ്ട്. 1.5 മീറ്ററിലേ നമുക്ക് പോർട്രേറ്റ് വീഡിയോ കിട്ടത്തുള്ളൂ. അത് ഇതല്ല, ഏതാണെങ്കിലും അങ്ങനെ കിട്ടത്തുള്ളൂ 1x. അപ്പം ഇതാണ് ആ ഒരു പോർട്രേറ്റ് വീഡിയോ. അപ്പം ബാക്ക് തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് റെഡി വലുതായിട്ട് കാണിക്കാത്തത്. ലാലേ ഇതാ ഇപ്പോൾ ലാല് നോക്കുമ്പോൾ ഇതാണ് ലാലിൻ്റെ പോർട്രേറ്റ്. ഇപ്പോൾ നമുക്ക് ഫോക്കസ് ഇതാ 7 കൊടുക്കുകയാണ്. ഇതാ ഇപ്പം ബ്ലർ എഫക്റ്റ് 7 കൊടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഓക്കെ, സെറ്റല്ലേ? മമ്മൂട്ടി കൊള്ളാം. ഞാൻ ഡയറക്ടേഴ്സ് വ്യൂവിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സെൽഫി ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ബാക്ക് ക്യാമറയിൽ കൂടെ കോപ്പറായും കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഡയറക്ടേഴ്സ് വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാൻ പറ്റും. കൊള്ളാമല്ലേ? ഇതാണ് ഗൈസ് നമ്മുടെ നാട്ടിലുള്ള അണിയിലക്കടവ് പാലത്തിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു ഇങ്ങനെ ഒഴുകിപ്പോണ സാധനമാണ്. ഇതൊക്കെ വെള്ളം വരണ്ട് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ഒരു അവസ്ഥയുണ്ടായി, വെള്ളമൊന്നുമില്ല. ഈ പൊടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാവുന്ന ഒരു തരം പൊടി ഇതാണ്. അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഇതിന് ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് സൺഗ്ലാസിൻ്റെ കൂടെ കിട്ടുന്ന ഒരു തരം തുണിയുണ്ടല്ലോ നമുക്ക് തുടയ്ക്കാനുള്ള, അത് നമ്മളെപ്പോഴും കയ്യിൽ കരുതിയിരുന്ന, അത് നമ്മുടെ പേഴ്സിൽ കരുതിയിരുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഫ്യൂസിൽ ഇതൊക്കെ പെടും കേട്ടോ. അപ്പോൾ റെഫ്യൂസ് ചെയ്യണ സമയത്ത് ഇതൊക്കെ നോക്കി വേണം യൂസ് ചെയ്യാനുള്ളത്. നമുക്കിനിയും സെറ്റ് ഫ്ലിപ്പ് 3യിൽ കുറച്ച് നാച്ചുറൽ ഫോട്ടോസും കൂടെ എടുക്കാം ഗൈസ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെയും ഈ പാറക്കെട്ടിൻ്റെയും കുറച്ച് നോർമൽ ഫോട്ടോസും കൂടെ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം ഗൈസ്. നമ്മളിപ്പം ഫോൺ തുടങ്ങിയ സമയത്ത് 50% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പം എന്താ ചാർജ് എന്ന് പറഞ്ഞാൽ 30% ആണ്. അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്തു. ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ ഹീറ്റിംഗ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ പീക്ക് സൺലൈറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇച്ചിരി ഹീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ പാലത്തിൻ്റെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ. ഇപ്പം വലിയ വലിപ്പമൊന്നുമില്ല. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഫ്യൂസിന് 3000 mAh ബാറ്ററിയേ ഉള്ളൂ, 3000+ mAh ബാറ്ററിയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു പോരായ്മയാണ്. അല്ലാത്ത പക്ഷം സാധനം നൈസാണ്, ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഷോയ്ക്കൊക്കെ ആണെങ്കിൽ കൊണ്ടു നടക്കാം. അത്യാവശ്യം ഷൂട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. റഫ്യൂസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇത് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഗൈസ്. അപ്പം ശരി ഗൈസ്, ബൈ.